Good morning, all. So, we have been discussing about the third module that was about secondary market. So, for today, a specific area of this third module, secondary market, is going to be discussed for now. You may be knowing that listing of security means it is the admission of a kind of security to the official trade list of a stock exchange. Listing of securities enables securities to trade or to conduct trade in an official stock exchange, right? ലിസ്റ്റിംഗ് ഓഫ് സെക്യൂരിറ്റീസ് എന്ന് വെച്ചാൽ ഒരു പർട്ടിക്കുലർ സെക്യൂരിറ്റീനെ ഒരു സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയാം, ഓൾറെഡി ഡിസ്കസ് ചെയ്തിരുന്നു. സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഈസ് എ ബെസ്റ്റ് എക്സാമ്പിൾ ഓഫ് സെക്കൻഡറി മാർക്കറ്റ്. സോ ഒരു സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ ഒഫീഷ്യൽ ലിസ്റ്റിൽ അല്ലെ, ഒരു ട്രേഡ് ലിസ്റ്റിൽ അവരുടെ പേര്, ആ പർട്ടിക്കുലർ സെക്യൂരിറ്റിയുടെ നെയിം എഴുതി എൻറ്റർ ചെയ്യുന്ന പ്രൊസീജിയറിനെ, ആ പ്രോസസ്സിനെയാണ് ലിസ്റ്റിംഗ് എന്ന് പറയുന്നത് അല്ലേ. സ്റ്റോക്ക് എക്സ്ചേഞ്ചിന് ഒരു രജിസ്റ്റർ ഉണ്ട്, ട്രേഡ് ലിസ്റ്റ് ഉണ്ട്. ആ ട്രേഡ് ലിസ്റ്റിൽ പേര് ചേർത്തിട്ടുള്ള സെക്യൂരിറ്റി ആണെങ്കിൽ മാത്രമേ ആ പർട്ടിക്കുലർ സെക്യൂരിറ്റിക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ട്രേഡബിൾ ആവാനുള്ള എലിജിബിലിറ്റി ഉണ്ടായിരിക്കുള്ളൂ. സോ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ ഈ പറയുന്ന സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഏതോ ആകട്ടെ, ലൈക്ക് NSE ആവട്ടെ, BSE ആവട്ടെ, എന്തോ ആകാം, unless a security is listed in a stock exchange, it cannot be traded in a stock exchange. സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്യപ്പെടാത്ത ഒരു സെക്യൂരിറ്റിക്ക് പോലും ഒഫീഷ്യൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ട്രേഡ് ചെയ്യാനായിട്ടുള്ള റൈറ്റ് ഇല്ല. അങ്ങനെ ഒഫീഷ്യൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്തിട്ടില്ലാത്ത സെക്യൂരിറ്റി ആണെങ്കിൽ അതിന് ലിക്വിഡിറ്റി ഉണ്ടായിരിക്കില്ല അല്ലേ. ഇൻവെസ്റ്റേഴ്സിൻ്റെ കയ്യിൽ ഹോൾഡ് ചെയ്തിരുന്നാലും അതൊരു ഒഫീഷ്യൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ട്രേഡബിൾ ആയിരിക്കില്ല. അതുകൊണ്ട് അതിന് ലിക്വിഡിറ്റി അല്ലെങ്കിൽ അതിൻ്റെ ഒരു മാർക്കറ്റബിലിറ്റി ക്കുള്ള സ്കോപ്പ് വളരെ കുറവായിരിക്കും. സോ ഇറ്റ് ഈസ് ബെറ്റർ ടു ലിസ്റ്റ് എ സെക്യൂരിറ്റി ഇൻ എ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. ഒരു സെക്യൂരിറ്റി ലിസ്റ്റ് ചെയ്യപ്പെടുന്നതാണ് നല്ലത്, ബിക്കോസ് ഇറ്റ് പ്രൊവൈഡ്സ് ഓർ ഇറ്റ് ഓഫേഴ്സ് മാക്സിമം മാർക്കറ്റബിലിറ്റി ആൻഡ് ലിക്വിഡിറ്റി ടു ദ സെക്യൂരിറ്റി. സോ ഈച്ച് ആൻഡ് എവറി കമ്പനി വിൽ ഗോ ഫോർ ലിസ്റ്റിംഗ്. ഒരു പബ്ലിക്കിൽ ഇറങ്ങി സെക്യൂരിറ്റീസ് സെല്ല് ചെയ്യണമെങ്കിൽ അല്ലെ, ജനറൽ പബ്ലിക്കിലേക്ക് ഇറങ്ങി സെക്യൂരിറ്റീസ് സെല്ല് ചെയ്യണമെങ്കിൽ ആ പർട്ടിക്കുലർ കമ്പനിയുടെ ബെസ്റ്റ് ഓപ്ഷൻ അല്ലെങ്കിൽ ഫെസിലിറ്റി എന്ന് പറയുന്നത് ആദ്യമേ അത് ലിസ്റ്റ് ചെയ്യപ്പെടണം, ഒരു സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്യപ്പെടണം എന്നുള്ളതാണ്. അപ്പോൾ ഈ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്യണം എന്ന് പറയുന്നു, അത് കമ്പൽസറി അല്ല. കമ്പനീസ് ആക്ട് പ്രകാരം ഇറ്റ് ഈസ് നോട്ട് കമ്പൽസറി ഫോർ എ കമ്പനി ഓർ എ സെക്യൂരിറ്റി ടു ബി ലിസ്റ്റഡ് ഇൻ ആൻ ഒഫീഷ്യൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. ലിസ്റ്റ് ചെയ്യണം എന്ന് നിർബന്ധമൊന്നുമില്ല. പക്ഷേ ഒരു പബ്ലിക് ലിമിറ്റഡ് കമ്പനി, നിങ്ങൾക്കറിയാം, പബ്ലിക് ലിമിറ്റഡ് കമ്പനി പബ്ലിക്കിലേക്ക് ഷെയർസ് ഇഷ്യൂ ചെയ്തുകൊണ്ട് ക്യാപിറ്റൽ ഏൺ ചെയ്യുന്നുവെങ്കിൽ, അല്ലെങ്കിൽ സബ്സ്ക്രിപ്ഷന് വേണ്ടിയിട്ട് ഷെയർസ് ഇഷ്യൂ ചെയ്യുന്നു ജനറൽ പബ്ലിക്കിലേക്ക് എങ്കിൽ ലിസ്റ്റിംഗ് വേണ്ടി വരും. പക്ഷേ ഇറ്റ് ഈസ് നോട്ട് കമ്പൽസറി ആസ് പെർ ദ കമ്പനീസ് ആക്ട് 2013 അങ്ങനെയാണ് പറയുന്നത്. സോ ലിസ്റ്റിങ്ങിന് ഒരുപാട് അഡ്വാൻറ്റേജസ് ഉണ്ട്. വിൽ ബി ഡിസ്കസിങ് ലേറ്റർ. ഐ തിങ്ക് ദാറ്റ് the term listing is clear for you. Listing is nothing but it's the admission of the security to the official trade list of a stock exchange. So listing of securities in an official stock exchange adds marketability and liquidity to a security, and it is not compulsory as per the Companies Act 2013. ഇത്ര ഓർക്കുക. അപ്പോൾ ലിസ്റ്റിംഗ് എന്ന് വെച്ചാൽ ഒരു കമ്പനിക്ക് അവരുടെ സെക്യൂരിറ്റി ഒഫീഷ്യൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ട്രേഡ് ചെയ്യണമെങ്കിൽ അവർ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ ട്രേഡ് ലിസ്റ്റിൽ പേര് ചേർത്തിരിക്കണം. പേര് ചേർക്കുന്ന പ്രോസസ്സിനെയാണ് ലിസ്റ്റിംഗ് എന്ന് പറയുന്നത്, റൈറ്റ്. അപ്പോൾ നിങ്ങൾക്കറിയാം, നിങ്ങളൊരു അഡ്മിഷൻ എടുത്ത് ഒരു സ്കൂളിലേക്കോ ഒരു കോളേജിലേക്കോ എൻറ്റർ ചെയ്യുമ്പോൾ നിങ്ങളുടെ പേര് ആ കോളേജിൻ്റെ ഒഫീഷ്യൽ രജിസ്റ്ററിൽ ചേർക്കുന്നത് പോലെ തന്നെ ഒരു സെക്യൂരിറ്റി ആ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ ബെനഫിറ്റ്സിൽ അല്ലെങ്കിൽ ഫെസിലിറ്റീസിൽ നിന്നുകൊണ്ട് ട്രേഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഒഫീഷ്യലി കീപ്പ് ചെയ്യുന്ന രജിസ്റ്ററിൽ ഈ പർട്ടിക്കുലർ സെക്യൂരിറ്റിയുടെ പേര് എൻറ്റർ ചെയ്തിരിക്കണം. അതുപോലെ തന്നെയാണ് അതിനെയാണ് ലിസ്റ്റിംഗ് എന്ന് പറയുന്നത്. സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ ഒഫീഷ്യൽ ട്രേഡ് ലിസ്റ്റിൽ ഒരു കമ്പനിക്ക് അഡ്മിഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ ദർ ഇസ് ലോട്ട്സ് ഓഫ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആൻഡ് പ്രൊസീജിയേഴ്സ് ടു ബി met by the company in accordance with the rules and restrictions given by the stock exchange in accordance with the guidelines of സെബി പറഞ്ഞിട്ടുള്ള ഗൈഡ് ലൈൻസ് പ്രകാരം ഈ കമ്പനി ചെയ്യേണ്ട കുറച്ച് കർത്തവ്യങ്ങളുണ്ട്, കുറച്ച് പ്രൊസീജിയേഴ്സ് ഉണ്ട്, നടപടിക്രമങ്ങളുണ്ട്.
അതെല്ലാം ഫുൾഫിൽ ചെയ്തെങ്കിൽ മാത്രമേ ഈ ലിസ്റ്റിംഗ് എന്ന് പറയുന്ന കടമ്പ കടക്കാനായിട്ട് ഒരു കമ്പനിക്ക് സാധിക്കുകയുള്ളൂ. അങ്ങനെ ലിസ്റ്റിംഗ് എന്ന് പറഞ്ഞ കടമ്പ കടന്നെങ്കിൽ മാത്രമേ അവരുടെ സെക്യൂരിറ്റീസിന് പബ്ലിക്കിൽ മാർക്കറ്റബിലിറ്റി ഉണ്ടാവുകയുള്ളൂ, ലിക്വിഡിറ്റി ഉണ്ടാവുകയുള്ളൂ. ലിക്വിഡിറ്റി ഉള്ള ഷെയർസ് എന്ന് വെച്ചാൽ ഇൻവെസ്റ്റർക്ക് പ്രൊട്ടക്ഷൻ ഉണ്ട്, ഇൻവെസ്റ്ററുടെ ഇൻട്രസ്റ്റിന് മേലെ പ്രൊട്ടക്ഷൻ ഉണ്ട് എന്നാണ് മീനിങ്. സോ എപ്പോഴും ലിസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു കമ്പനിക്കായിരിക്കും കൂടുതൽ ഷെയർ വാല്യൂ, ഷെയർ ഗ്രോത്ത് ഒക്കെ ഉണ്ടാവുക. സോ കമ്പനീസ് വിൽ ഓട്ടോമാറ്റിക്കലി obviously go for listing. It's part of a prestige or it's part of an investor protection. കസ്റ്റമർ ഈസ് റിഗാർഡഡ് ആസ് ദ കിങ് എന്ന് പറയുന്ന പോലെ സെക്യൂരിറ്റീസ് മാർക്കറ്റിൽ ഇൻവെസ്റ്റേഴ്സിനെയാണ് ആവശ്യം. ഇൻവെസ്റ്റേഴ്സിൻ്റെ ഇൻട്രസ്റ്റ് പ്രൊട്ടക്റ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അവർക്കൊരു ഗ്യാരണ്ടി അല്ലെങ്കിൽ ഒരു ട്രസ്റ്റ് ഉണ്ടാവണം, ഇൻവെസ്റ്റേഴ്സിന് ട്രസ്റ്റ് ഉണ്ടാവണം. ഇൻവെസ്റ്ററിന് പ്രൊട്ടക്ഷൻ ലക്ഷ്യം വെച്ചുകൊണ്ട് ഫംഗ്ഷൻ ചെയ്യുന്ന അതോറിറ്റിയാണ് സെബി എങ്കിൽ സെബി ഗൈഡ് ലൈൻസ് അനുസരിച്ച് ഫംഗ്ഷൻ ചെയ്യുന്ന സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള സെക്യൂരിറ്റീസ് ആണെങ്കിൽ ഇറ്റ് വിൽ ആഡ്സ് more trust for the investors. So that is listing. Listing is the admission of a security to be traded in public in the official register of a stock exchange. That's it. So in order to get listed to a stock exchange, the company must have to apply to the regional stock exchange. ആ കമ്പനി സിറ്റുവേറ്റ് ചെയ്യുന്ന റീജിയൻ്റെ ഏറ്റവും അഡ്ജസ്റ്റൻ്റ് ആയിട്ടുള്ള സ്റ്റോക്ക് എക്സ്ചേഞ്ചിലായിരിക്കണം കമ്പനി രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവുക, അല്ലെങ്കിൽ ലിസ്റ്റിങ്ങിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ടാവുക. സോ ലിസ്റ്റിങ്ങിന് കുറേ പ്രൊസീജിയേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞു. അതുപോലെ ലിസ്റ്റ് ചെയ്യപ്പെട്ടതിന് ശേഷവും കമ്പനി കണ്ടിന്യൂസ് ആയിട്ട് അവരുടെ ഫിനാൻഷ്യൽ റിസൾട്ട്സും അതുപോലെ ഇൻവെസ്റ്റർ പ്രൊട്ടക്ഷനെ അഫക്റ്റ് ചെയ്യുന്ന, ഇൻവെസ്റ്റേഴ്സിനെ അഫക്റ്റ് ചെയ്യുന്ന മെറ്റീരിയൽ ആയിട്ടുള്ള എല്ലാ ഇൻഫോർമേഷനും സ്റ്റോക്ക് എക്സ്ചേഞ്ചുമായിട്ട് ഫർണിഷ് ചെയ്യുകയൊക്കെ ചെയ്യണം. എങ്കിൽ മാത്രമേ ഈ ലിസ്റ്റിംഗ് എന്ന് പറയുന്ന പ്രൊസീജിയർ അല്ലെങ്കിൽ മെറ്റ് ആവുകയുള്ളൂ, ലിസ്റ്റിംഗിൻ്റെ പ്രൊസീജിയേഴ്സുമായിട്ട് കംപ്ലൈഡ് ആവത്തുള്ളൂ. കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ one or more a company can register with one or more stock exchange. ഒന്നിൽ കൂടുതൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചുമായിട്ട് ഒരു പർട്ടിക്കുലർ കമ്പനിക്ക് ലിസ്റ്റ് ചെയ്യപ്പെടാം. പക്ഷെ കണ്ടീഷൻസ് ഉണ്ട്. അതുപോലെ ലിസ്റ്റിംഗ് ഫീ ഉണ്ട്. ലിസ്റ്റിംഗ് ഫീ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ മേജർ ഇൻകം ഓഫ് ഈച്ച് ആൻഡ് എവറി സ്റ്റോക്ക് എക്സ്ചേഞ്ച്. അവരൊരു പർട്ടിക്കുലർ ലിസ്റ്റിംഗ് ഫീ ചാർജ് ചെയ്യും ലിസ്റ്റ് ചെയ്യപ്പെടുന്നതിന്. അത് നോർമലി കമ്പനിയുടെ ഷെയർ ക്യാപിറ്റലിൻ്റെ സൈസിനനുസരിച്ചിട്ടുള്ള ഒരു ലിസ്റ്റിംഗ് ഫീ ആയിരിക്കും ഉണ്ടാവുക. കൂടുതൽ ഷെയർ ക്യാപിറ്റലുള്ള കമ്പനിയാണെങ്കിൽ ലിസ്റ്റിംഗ് ഫീ അതിനനുസരിച്ച് റൈസ് ആവും. ഷെയർ ക്യാപിറ്റൽ കമ്പാരിറ്റീവ്ലി കുറവാണെങ്കിൽ ഇറ്റ് വിൽ ലീഡ്സ് ടു ലെസ് ലിസ്റ്റിംഗ് ഫീ ചാർജബിലിറ്റി. The first benefit is investor protection, right? നമ്മൾ പറഞ്ഞു, once a company is listed in a stock exchange, he has to furnish the required material information regarding the financial performance and all for the purpose of investor protection to the official stock exchange. അല്ലേ, ലിസ്റ്റ് ചെയ്യപ്പെട്ടുള്ള ഒരു കമ്പനി തീർച്ചയായിട്ടും റൂൾസ് ആൻഡ് റെഗുലേഷൻസിൻ്റെ കംപ്ലയൻസിൻ്റെ പാർട്ടായിട്ട് ഭാഗമായിട്ട് അവരുടെ ഫിനാൻഷ്യൽ റിസൾട്ട്സ്, അവരുടെ ഇയർലി പെർഫോമൻസ് എല്ലാം സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ഫർണിഷ് ചെയ്യണം ഇൻ എ ട്രൂത്ത്ഫുൾ ആൻഡ് ജെനുവിൻ മാനർ. കള്ളത്തരങ്ങളൊന്നും പാടില്ല, ട്രൂത്ത്ഫുൾ ഇൻഫോർമേഷൻ തന്നെ ഫർണിഷ് ചെയ്യും. വിച്ച് ഇൻ ടേൺ leads to investors interest protection. ultimately investors ആണ് ബെനിഫിറ്റഡ് ആവുന്നത്, അവർക്ക് ട്രൂത്ത്ഫുൾ ഇൻഫോർമേഷൻ അവൈലബിൾ ആയി തീരും. സോ ദാറ്റ്സ് ദ മേജർ ബെനിഫിറ്റ് ഓഫ് എ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. അതുപോലെ സെക്കൻഡ് പോയിന്റ് ഈസ് ദ കമ്പനി ക്യാൻ ഡിസെമിനേറ്റ് ഓൾ ദ ഇൻഫോർമേഷൻ ത്രൂ ദ യൂസ് ഓഫ് ഓർ യൂട്ടിലൈസേഷൻ ഓഫ് എ വൈഡ് റേഞ്ച് ഓഫ് നെറ്റ്വർക്ക് ഓഫ് സ്റ്റോക്ക് എക്സ്ചേഞ്ചസ് once a company is listed in stock exchange. കമ്പനി ഒരിക്കൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ റീച്ച് ആയി എന്നാണ് മീനിങ്. കമ്പനി പിന്നെ റീച്ച് ആയി. അതുകൊണ്ട് തന്നെ അവർക്ക് അവരുടെ പ്രോസ്പെക്ടസിനെ പറ്റിയിട്ട്, കമ്പനിയുടെ ഫ്യൂച്ചർ പ്രോസ്പെക്ട്സ്, ഫ്യൂച്ചർ പ്ലാൻസ്,
അതുപോലെ പ്രോജക്ട്സ്, അവരുടെ പ്രോസ്പെരിറ്റീസ്, ദെൻ ഡിക്ലറേഷൻ ഓഫ് ബോണസ് ഷെയർസ് അല്ലെങ്കിൽ റൈറ്റ് ഷെയർസ്, അങ്ങനെയുള്ള കമ്പനിയുടേതായ ഇൻഫോർമേഷൻ എല്ലാം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് ഫ്രീ ഓഫ് കോസ്റ്റ് സാധിക്കുന്നുണ്ട് ഒരു സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്യപ്പെടുന്നതിലൂടെ. സോ ദാറ്റ്സ് ദ സെക്കൻഡ് ബെനഫിറ്റ്. Thirdly, every financial analyst, media, economist and all will always look into only a listed security or only to a listed company. അതാണ് അടുത്ത ബെനഫിറ്റ്. നമുക്കറിയാം മീഡിയ ആണെങ്കിൽ തന്നെ മീഡിയയുടെ അറ്റൻഷൻ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ അനലിസ്റ്റിൻ്റെ ഇക്കോണമിസ്റ്റിൻ്റെ ഒക്കെ അറ്റൻഷൻ കിട്ടാനായിട്ട് നമുക്ക് അതിനുള്ള ഒരു അതിനുള്ളൊരു സ്റ്റാൻഡേർഡ് ഉണ്ടാവണം. കമ്പനി ലിസ്റ്റ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ തന്നെ അവർക്ക് എന്ത് ഇഷ്യൂസ് ഉണ്ടായാലും അല്ലെങ്കിൽ പ്രോബ്ലംസ് ഉണ്ടായാലും അവർക്ക് എന്ത് പ്രോസ്പെക്ട്സ് വന്നാൽ കൂടെയും അത് മീഡിയയുടെ അറ്റൻഷൻ ഉണ്ടാവണമെങ്കിൽ ആ കമ്പനി ലിസ്റ്റ് ചെയ്തിട്ടുണ്ടാവണം എന്നാണ് പറയുന്നത്. സോ ദാറ്റ്സ് ഇറ്റ്. നെക്സ്റ്റ്ലി, ഇറ്റ്സ് ഈസി ഫോർ എ കമ്പനി ടു reach wide range of domestic and foreign investors when a company is listed. ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു കമ്പനിക്ക് ഹൈ റീച്ച് ആയിരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ ഈ റീച്ച് കൊണ്ട് തന്നെ അവർക്ക് അറ്റ് എ ടൈം ഡൊമസ്റ്റിക് അല്ലെങ്കിൽ ലോക്കൽ ഇൻവെസ്റ്റേഴ്സിനെയും ഫോറിൻ ഇൻവെസ്റ്റേഴ്സിനെയും ഒരുപോലെ അട്രാക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ദെൻ നെക്സ്റ്റ്ലി, a company can independently value their financial performance when it is listed in a stock exchange. അല്ലേ, സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള സെക്യൂരിറ്റീസ് എന്ന് പറഞ്ഞാൽ അത് റിഫ്ലക്റ്റ് ചെയ്യുന്നത് മാർക്കറ്റിൻ്റെ ട്രൂ പ്രൈസ് ആയിരിക്കും. വിച്ച് മീൻസ് ദ പ്രൈസ് ഓഫ് ഈച്ച് ആൻഡ് എവറി ഷെയർ റിഫ്ലെക്ട്സ് ദ ഇൻവെസ്റ്റേഴ്സ് ഇൻട്രസ്റ്റ്, നീഡ്സ് ആൻഡ് വാണ്ട്സ്, ഡേ ടു ഡേ ഇൻട്രസ്റ്റ്, നീഡ്സ് ആൻഡ് വാണ്ട്സ്. അല്ലേ, ഒരു ഇൻവെസ്റ്ററുടെ ദൈനംദിനമായിട്ടുള്ള ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസിൽ വരുന്ന ഡിഫറൻസുകൾ അല്ലെങ്കിൽ അവരുടെ നീഡ്സ്, അവരുടെ വാണ്ട്സ്, അവരുടെ പ്രിഫറൻസസ്, അവരുടെ ഇൻട്രസ്റ്റ് ഒക്കെ റിഫ്ലക്റ്റ് ചെയ്യുന്നതാവാം ഓരോ ഷെയറിൻ്റെയും മാർക്കറ്റ് പ്രൈസ്. അല്ലേ, ഒരു ഇൻവെസ്റ്ററോ അല്ലെങ്കിൽ ഒരു ഇൻഡിവിജ്വൽ ഇൻവെസ്റ്ററോ ഒരു പർട്ടിക്കുലർ ഷെയറിൽ ഇൻട്രസ്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ ആ പർട്ടിക്കുലർ ഷെയറിൻ്റെ ഡിമാൻഡ് കൂടും. അല്ലേ, ഡിമാൻഡ് കൂടുന്നു എന്ന് പറഞ്ഞാൽ ഒരു കമ്പനിക്ക് അവരുടെ സെക്യൂരിറ്റിക്ക് ഡിമാൻഡ് കൂടുന്നു എന്ന് വെച്ചാൽ ഇൻവെസ്റ്റേഴ്സ് ആർ വില്ലിംഗ് ടു പർച്ചേസ് ദെയർ ഷെയർസ് ഓർ ഇൻവെസ്റ്റേഴ്സ് ആർ വില്ലിംഗ് ടു ട്രാൻസാക്ട് ദെയർ ഷെയർസ് എന്നാണ് മീനിങ്. ഇൻവെസ്റ്റേഴ്സിൻ്റെ ഡിമാൻഡ് കുറയുന്നു എന്ന് വെച്ചാൽ കമ്പനിയുടെ പെർഫോമൻസ് അത്ര പോരാ എന്ന് തന്നെയാണ് അതിൻ്റെ മീനിങ്. അപ്പോൾ അതാണ് ഒരു ഇൻഡിപെൻഡൻ്റ്ലി വേറെ ഒരു സഹായം ഇല്ലാതെ ഒരു എക്സ്റ്റേണൽ ഏജൻസിയുടെ ഒന്നും ഹെൽപ്പ് കൂടാതെ തന്നെ a company can value their financial performance based on the market price of share listed in a stock exchange. അപ്പോൾ അതാണ് നെക്സ്റ്റ് ഒരു ബെനഫിറ്റ്. Then again, the company can raise capital for modernization purposes through listing process. സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു കമ്പനി ആണെങ്കിൽ ആ കമ്പനിയുടെ സെക്യൂരിറ്റീസിന് അല്ലെങ്കിൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു സെക്യൂരിറ്റിക്ക് മാർക്കറ്റബിലിറ്റി ഉണ്ടാവും, ലിക്വിഡിറ്റി ഉണ്ടാവും, വിച്ച് ഇൻ ടേൺ വിൽ ഹെൽപ്പ് എ കമ്പനി to raise adequate capital from individual investors for modernization or expansion purposes. അവർക്കൊരു പ്രൊജക്റ്റിന് ആവശ്യമായിട്ടുള്ള ക്യാപിറ്റൽ ഇല്ല എങ്കിൽ ഒരു ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള കമ്പനി ആണെങ്കിൽ അവർക്ക് ഇഷ്യൂ ചെയ്യാനായിട്ട് സാധിക്കും. ഷെയർ ഇഷ്യൂ ചെയ്തുകൊണ്ട് ക്യാപിറ്റൽ റേസ് ചെയ്യാനായിട്ട് അത് ബെനഫിഷ്യൽ ആണ്. It helps the company to disclose their financial information on time. അല്ല, ഇൻവെസ്റ്റേഴ്സിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിലായാലും കമ്പനിയുടെ പോയിന്റ് ഓഫ് വ്യൂവിലായാലും ഗവൺമെൻറ്റിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിലും ആയാലും ഒക്കെ ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു കമ്പനി ആണെങ്കിൽ അവർക്ക് കുറച്ച് പ്രൊസീജിയേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അതിൽ ഫസ്റ്റ് വൺ ആണ് അവരുടെ ട്രൂത്ത്ഫുൾ ആയിട്ടുള്ള ഫിനാൻഷ്യൽ ഇൻഫോർമേഷൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചുമായിട്ട് ഫർണിഷ് ചെയ്യണം എന്നുള്ളതാണ് ഒരു പ്രൊസീജിയർ. അപ്പോൾ ഈ പ്രൊസീജിയർ വഴി ബോത്ത് കമ്പനിയുടെ പോയിന്റ് ഓഫ് വ്യൂവിലാണെങ്കിൽ അവർക്ക് ലാഗ് ഒന്നും ഇല്ലാതെ കറക്റ്റ് ടൈമിൽ ഫിനാൻഷ്യൽ ഇൻഫോർമേഷൻ ഫർണിഷ് ചെയ്യാനായിട്ടുള്ള എൻകറേജ്മെൻറ്റ് ഉണ്ടാവും. ഇൻവെസ്റ്റേഴ്സിനാണെങ്കിലോ ബെനഫിഷ്യലാണ്, ബിക്കോസ് ഇൻഫോർമേഷൻ ഈസ് റെഡിലി അവൈലബിൾ. ഗവൺമെൻറ്റിനാണെങ്കിലും അതുപോലെ തന്നെ ബെനഫിറ്റ് ഉണ്ട്. When a company is listed in a stock exchange, they have to comply with the procedure of financial information's disclosure. Okay.
ലിസ്റ്റഡ് കമ്പനീസ് എപ്പോഴും സെക്യൂരിറ്റീസ് ഇഷ്യൂ ചെയ്യുമ്പോൾ ലാർജ് വോളിയത്തിലായിരിക്കും. ലാർജ് വോളിയത്തിൽ ഷെയർ ഇഷ്യൂ കണ്ടക്ട് ചെയ്യുമ്പോൾ, ഷെയർ ഇഷ്യൂ നടത്തുമ്പോൾ ഉള്ള ബെനിഫിറ്റ് എന്ന് വെച്ചാൽ ട്രേഡിംഗ് കോസ്റ്റ് വിൽ ബി മിനിമം. ട്രേഡിംഗ് കോസ്റ്റ് എപ്പോഴും മിനിമം ആയിരിക്കും. നിങ്ങൾക്കറിയാം, ഫോർ എക്സാമ്പിൾ നമ്മൾ കുറച്ച് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു മെറ്റീരിയൽ പ്രൊഡ്യൂസ് ചെയ്യണം, ഒരു ഓർഡർ വന്നു, ഒരു മെറ്റീരിയൽ പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ ആ മെഷീനറി വർക്ക് ചെയ്യണം. ആ മെഷീനറി വർക്ക് ചെയ്യണമെങ്കിൽ ഹ്യൂജ് എമൗണ്ട് ഓഫ് ഫ്യൂവൽ ആവശ്യമാണ്. അപ്പോൾ ഒരു യൂണിറ്റ് ഓഫ് മെറ്റീരിയലിന് വേണ്ടി ആ മെഷീനറി പ്രവർത്തിപ്പിക്കുന്നതിൽ നല്ലത് ഒരു 100 മെറ്റീരിയലിന് വേണ്ടിയിട്ട് ആ മെഷീനറി പ്രവർത്തിപ്പിക്കുന്നതാണ്. എന്തായാലും സെയിം ഫ്യൂവലും കാര്യങ്ങളും ആവശ്യമാണ്. അങ്ങനെയെങ്കിൽ ഒരുപാട് മെറ്റീരിയൽ നിർമ്മിച്ചുകൂടെ? അതുപോലെ തന്നെ സെക്യൂരിറ്റീസ് മാർക്കറ്റിൽ ലിസ്റ്റഡ് ആയിട്ടുള്ള കമ്പനീസിൻ്റെ സെക്യൂരിറ്റി ഇഷ്യൂസിന് ഹൈ വോളിയം ആയിരിക്കും, which will in turn reduce the trading cost of issue. അല്ലേ? ഒരു ഷെയർ ഇഷ്യൂ നടക്കുന്ന സമയത്ത് ഒരുപാട് പൈസ ചിലവാകുന്നുണ്ട്, ലൈക്ക് ബ്രോക്കറേജ്, അണ്ടർ റൈറ്റിങ്, അതുപോലെ ഫ്ലോട്ടിങ് ചാർജസ് ഒക്കെ ഉണ്ടാവും, അല്ലെ? പ്രൊമോട്ടേഴ്സിൻ്റെ ഫീ, ഒരുപാട് കാര്യങ്ങളുണ്ടാവും. അപ്പോൾ ലിസ്റ്റ് ചെയ്യപ്പെട്ടുള്ള ഒരു കമ്പനിക്ക് എപ്പോഴും ലാർജായിട്ട് ഇഷ്യൂ ചെയ്യാനായിട്ട് സാധിക്കും, ലാർജ് വോളിയത്തിൽ ഷെയർസ് ഇഷ്യൂ ചെയ്യാനായിട്ട് സാധിക്കും. അൺലിസ്റ്റഡ് കമ്പനി ആണെങ്കിൽ അങ്ങനെയുള്ള ബെനിഫിറ്റ്സ് ഒന്നും ഉണ്ടാകില്ല. അപ്പോൾ ലിസ്റ്റഡ് കമ്പനി ആണെങ്കിൽ പോപ്പുലർലി അവർക്ക് കൂടുതൽ എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ റേസ് ചെയ്യാം, പ്രൊവൈഡഡ് ദേ ഇഷ്യൂ ഹ്യൂജ് എമൗണ്ട് ഓഫ് ഷെയർസ്. അപ്പോൾ അതിനുള്ളൊരു പ്രൊവിഷൻ ഓഫർ ചെയ്യുന്നത് ലിസ്റ്റിങ്ങിലൂടെയാണ്. അതുവഴി അവർക്ക് ട്രേഡിംഗ് കോസ്റ്റ് മിനിമൈസ് ചെയ്യാനും സാധിക്കുന്നുണ്ട്. It enables a company to extend their profile to a large number of investors. ഒരു ലിസ്റ്റ് ചെയ്യപ്പെട്ടുള്ള ഒരു കമ്പനിയുടെ പ്രൊഫൈൽ എപ്പോഴും റീച്ചബിൾ ആണ്, ഹൈ റീച്ച് കിട്ടുന്ന ഒന്നാണ്. ബിക്കോസ് വേറെ അഡ്വർടൈസ്മെൻറ്റോ പബ്ലിസിറ്റിയോ ഒന്നും പോകണ്ട. ലിസ്റ്റ് ചെയ്യപ്പെട്ടുള്ള ഒരു കമ്പനി ആണെങ്കിൽ ഒബ്വിയസ്ലി അവർക്ക് ഒരു പബ്ലിസിറ്റി ആയി, അതുകൊണ്ട് കമ്പനി ശ്രദ്ധിക്കപ്പെടും. സോ ദാറ്റ്സ് ഇറ്റ്.